ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ മധുരയിൽ പോയ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ മധുരയിലെ വാടിപ്പട്ടി മാതാപള്ളിയിൽ പോയതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അതിനകത്തുള്ള ബെല്ലൈക്കൺ കൂടി കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ മധുരൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് നമ്മുടെ വാടിപ്പട്ടി മാതാപള്ളി. തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയുള്ള മധുരൈ ദിണ്ടിഗൽ ഹൈവേക്ക് സമീപം വഡിമനഗറിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണ് വാടിപ്പട്ടി മാതാപള്ളി. നല്ല ആരോഗ്യത്തിൻ്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ദേവാലയം രോഗശാന്തിക്കായുള്ള പ്രാർത്ഥനകൾക്കും അത്ഭുതകരമെന്ന് വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധ നീരുറവയ്ക്കും പ്രസിദ്ധമാണ്. 1993 ഒക്ടോബർ 10 തമിഴ്നാട്ടിലെ SVDയുടെ ആദ്യ ഇടവകയായി ഇത് ആരംഭിച്ചു. നിലവിലെ പള്ളിക്കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി 1999 ജൂൺ 6 ആശീർവദിച്ചു. 2001 മാതാവിൻ്റെ അൾത്താരയ്ക്ക് സമീപമുള്ള തറയിൽ നിന്ന് രോഗശാന്തി നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന വെള്ളം ഉറവയായി പുറപ്പെടുവെന്ന് റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ചതോടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിന് കൂടുതൽ പ്രശസ്തി ലഭിച്ചു. രോഗശാന്തി നൽകുമെന്ന് വിശ്വസിച്ച് തീർത്ഥാടകർ ഈ തീർത്ഥജലം ശേഖരിച്ചു കൊണ്ടുപോകുന്നു. വാർഷിക തിരുനാൾ ആഘോഷങ്ങൾ സാധാരണയായി ഓഗസ്റ്റ് 29 കൊടിയേറ്റത്തോടെ ആരംഭിച്ച് സെപ്റ്റംബർ 8 സമാപിക്കുന്നു. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള പ്രത്യേക പ്രാർത്ഥനകളും മെഴുകുതിരി പ്രദക്ഷിണവും നടക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാടിപ്പട്ടി മാതാപള്ളിയിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതോടെ നമ്മുടെ യാത്ര തീരുന്നില്ല. ഇനിയും മധുരയിൽ വേറെ സ്ഥലങ്ങളിൽ പോയതിൻ്റെ വ്ളോഗുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.